ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു എന്താ പറയുക സ്റ്റൈപ്പൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കേരളയിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് സ്റ്റൈപ്പൻസ്. അപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 30K കിട്ടുന്നുണ്ട്. 30K അത് വേരി ചെയ്യുന്നാലും ഒരു 32, 33 അതിൻ്റെ ഇടയിൽ എപ്പോഴും കിട്ടാറുണ്ട്. ആൻഡ് അപ്പം പക്ഷെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ അങ്ങനെയല്ല. പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഒരു കോളേജിൽ നിന്ന് വേറെ കോളേജിലേക്ക്. ലൈക്ക് 4,000 ഒക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ സ്റ്റൈപ്പൻഡ് ഈച്ച് ആയിട്ട് എടുത്തു പറയേണ്ട ആവശ്യം വരുന്നത്. ആൻഡ് എനിക്ക് ഒരു കമൻറ്റ് വന്നായിരുന്നു, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഫീ എത്രയാണെന്ന് പറയുമോ, അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആദ്യം നമ്മൾ പറയാൻ പോണത് ജൂബിലി മിഷനിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്. അവിടെയാണ് 16,500 ഗവൺമെൻറ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ്. അമലയിലാണെങ്കിൽ അമല ആൻഡ് പുഷ്പഗിരി 16,000 ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിലീവേഴ്സ് ചർച്ചിൽ 13,500. ഓക്കെ, അതിന് മുന്നേ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ഉണ്ട്, അവിടെ 14,000 ആണ്. കരുണയിൽ 13,000 ആണ്. ട്രാവൻകോർ ആൻഡ് CSI മെമ്മോറിയലിൽ ഒരു 12,000 ആണ്. SUT ആൻഡ് ശ്രീനാരായണയിൽ 10,000 ആണ്. MESൽ 9,000 ആൻഡ് അല്ലസർ ആൻഡ് മൗണ്ട് സിയോണിൽ 8,000. ഇതിനകത്ത് അല്ലസറിൽ ഹോസ്റ്റൽ ഫീ എന്ന് പറഞ്ഞിട്ട് 7,500 ഈച്ച് മന്ത് ആണ് നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്. ഈച്ച് മന്ത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പം കൈ കിട്ടുന്ന ഒരു 500 ഒക്കെ ആയിരിക്കും. പിന്നെ അസീസി ആൻഡ് മലബാർ മെഡിക്കൽ കോളേജിൽ 7,500. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കോളേജിലും ഹോസ്റ്റൽ ഫീ കാണും, പക്ഷെ ചിലവരത് നേരത്തെ വാങ്ങിച്ചിരിക്കും വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ. ചിലവരത് നടുവിൽ പിടിക്കും. എന്തായാലും നമ്മളെ കയ്യിൽ നിന്ന് ആ പൈസ പോകും. പിന്നെ ഉള്ളത് ഗോകുലം മെഡിക്കൽ കോളേജിൽ 13,000 ആണ്. KMCTയിൽ 7,000 ആണ്. അപ്പം ഇങ്ങനെയാണ് സ്റ്റൈപ്പൻഡ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ ചെറിയ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ ഈ ഇയർ തൊട്ടിട്ട് എന്ന് എനിക്കറിയില്ല. അതുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ കണ്ടുപിടിച്ചിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്ര ഷോർട്ടാണ്, ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ.